വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചു, നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചു, എത്ര ഡിഗ്രികൾ എടുത്തു എന്നുള്ളതിലായിരിക്കില്ല. ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് മെഷീനുകളെക്കാൾ ഉയർന്ന ചില ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളിനി സർവൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം ഇനി മെഷീനുകൾ ലോകത്തെ തൊഴിൽ രംഗങ്ങളൊക്കെ കൈയടക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഹ്യൂമൻ സ്കിൽ, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അത് എന്തെല്ലാമാണ്, അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. മുഴുവൻ കേൾക്കുക. നിങ്ങളുടെ കുട്ടികളിലൊക്കെ ചെറിയ പ്രായത്തിലെ ഇത്തരം സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അത്തരം പരിശീലന പദ്ധതികളും ഒക്കെ നിരന്തരമായി സ്കൂളുകളിലും വീട്ടിലും ഒക്കെ നടക്കട്ടെ. എല്ലാവർക്കും ഇത് വാച്ച് ചെയ്ത് ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പേരൻസൊക്കെ പൊതുവേ വറീഡായിട്ടുള്ളൊരു കാര്യം ഏത് കോഴ്സിന് നമ്മുടെ കുട്ടികൾ പഠിക്കും, ഏത് ഫീൽഡിൽ അവർ പോകും എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ വലിയ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ പല പേരൻസും ചിന്തിക്കാത്തൊരു കാര്യം കുട്ടികളുടെ നൈപുണ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ ഏത് മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടത് പ്രധാനമായിട്ട് ഹ്യൂമൻ സ്കില്ലാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ, ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യം. അതിനെക്കുറിച്ച് പേരൻസ് ചിന്തിക്കുന്നുമില്ല, അത് കുട്ടികളിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നുമില്ല, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നുമില്ല. ഇവിടെയാണ് നമുക്ക് വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തെറ്റ് പറ്റുന്നത്. കാരണം നമ്മൾ പല കോഴ്സുകളും കുട്ടികളെ പഠിപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ, അല്ലെ അവർ അത്തരം കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങി വരുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള നൈപുണ്യം ഇല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും അവരുടെ ജീവിതത്തിലൊരു മീഡിയോക്രിറ്റി കണ്ടിന്യൂ ചെയ്യും. അവർക്ക് നല്ല സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്നു, അവർക്ക് അവരുടെ ആ ഒരു ബാരിയർ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായും ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുട്ടികളിലൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മെൻ്റൽ, ഇമോഷണൽ, ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ കാണിക്കുന്ന പല കുട്ടികളുമുണ്ട്. പലപ്പോഴും നമ്മുടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് മൂടി വയ്ക്കുന്നത് കൊണ്ടോ ചെറിയ പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് വളരുമ്പോൾ അങ്ങ് നേരെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ മുതിർന്നു കഴിയുമ്പോൾ പലതരത്തിൽ പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ അവഗണിച്ചതാണ്. ആ സമയത്തൊക്കെ വേണ്ട ഒരു പരിരക്ഷ കൊടുത്തിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. ഇന്ന് എന്നെ വിളിച്ച ഒരു 2-3 പേരൻസ് വളരെ വിഷമത്തോടെ പറഞ്ഞൊരു കാര്യം, അതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അത് പിന്നീട് അങ്ങ് ശരിയായിക്കോളൂ എന്ന് വിചാരിച്ചു. ഒരിക്കലും അങ്ങനെയൊന്നും ശരിയാകാൻ പോകുന്നില്ല. ഹ്യൂമൻ സ്കില്ലും അത്തരത്തിലൊരു കാര്യമാണ്. കുട്ടികൾക്ക് ചെറിയ പ്രായം മുതലേ അവൻ്റെ ചുറ്റുപാടുമായിട്ടും അവന് ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഫലവത്തായി ഇടപെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മുതിർന്നു കഴിഞ്ഞിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ചെറിയ പ്രായം മുതലേ അവരിലതുണ്ടോ. ഏറ്റവും പ്രധാനമായൊരു കാര്യം അവരിലെ ഒരു സെൽഫ് കോൺഫിഡൻസിൽ നിന്നാണ് എല്ലാം വരേണ്ടത്. കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണോ, അവിടെ മുതൽ തുടങ്ങണം. കുട്ടികളിൽ ആത്മവിശ്വാസമുണ്ടോ, അവനവനെക്കുറിച്ചൊരു ധൈര്യവും ബോധവും ഒക്കെ കുട്ടിക്കുണ്ടോ, അപ്പോൾ അത് അവിടെ മുതൽ ആരംഭിക്കുകയാണ്. പ്രത്യേകമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കുട്ടിക്ക് ബലവത്തായിട്ട് അവൻ്റെ ആശയങ്ങളെ മറ്റുള്ളവരോട് സംവാദിക്കാനുള്ള കഴിവുണ്ടോ, അവൻ്റെ ആശയങ്ങളെ കൃത്യമായിട്ട് പറയാനും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും അവന് കഴിയുന്നുണ്ടോ, വളരെ പ്രധാനമായൊരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ലാംഗ്വേജ് മാത്രം പോരാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ് വേണം, അല്ലെങ്കിൽ നോളജ് വേണം, അതിനുള്ള ധൈര്യം വേണം. ഇതെല്ലാം പ്രധാനമാണ്. കുട്ടികൾ ഇതൊക്കെ ചെറിയ പ്രായം മുതലേ പരിപോഷിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ജീവിതഗന്ധി ആയിരിക്കണം വിദ്യാഭ്യാസം, പേരൻറ്റിങ് രണ്ടും. കാരണം നാളെ ലൈഫിൽ അവർ നേരിടാൻ പോകുന്നത് ഈ പഠിച്ചു വെച്ച കുറേ തിയറികളല്ല, ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ സമയത്ത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് വളരെ ആവശ്യമാണ്. അതുപോലെ എമ്പതി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ആ സാഹചര്യത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെ അവരുടെ ഉള്ളിലെ ചിന്തകൾ എന്തായിരിക്കും, അവരെങ്ങനെയാണ് നമ്മളെ കാണുന്നത്, അവരോട് എങ്ങനെയായിരിക്കണം ഞാൻ പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഒരു എമ്പതിയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ കൃത്യമായിട്ട് കാണാനുള്ള, അല്ലെ അവരുടെ ഷൂസിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൽക്കാനുള്ളൊരു കപ്പാസിറ്റിയാണ് എമ്പതി എന്ന് പറയുന്നത്. പല കുട്ടികളിലും ഇതില്ല. കാരണം മനുഷ്യരുമായിട്ട് ഇടപെട്ടാണ് ഈ എമ്പതി ഡെവലപ്പ് ചെയ്യുന്നത്.
കുട്ടികളിൽ എമ്പതി ഡെവലപ്പ് ചെയ്യാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് നമ്മൾ എമ്പതറ്റിക്കലായിട്ട് ഇടപെടുക, അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കും ആ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കൂടി വരും. പക്ഷേ ഇത് മനുഷ്യരുമായിട്ട് ഇടപെട്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു പ്രോഗ്രാമാണ് എമ്പതി എന്ന് പറയുന്നത്. അതുപോലെയാണ് ടീം വർക്ക്. കുട്ടികൾക്ക് പല കുട്ടികളിൽ നിന്ന് ഒരു വീട്ടിൽ ഒരു കുട്ടി അരക്കുട്ടിയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത്. അവർക്ക് കൂടുതൽ കുട്ടികളുമായിട്ട് സംഘമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ നിത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അവധിയൊക്കെ വരുമ്പോൾ മറ്റു കുട്ടികളെയും കൂടെയൊക്കെ വീട്ടിലേക്കൊക്കെ വിളിച്ച് അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും അവരെയൊക്കെ കെയർ ചെയ്യാനും അവരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ചില റോളുകളിലൊക്കെ നമ്മൾ സബോർഡിനേഷൻ വളരെ ആവശ്യമാണ്. എല്ലായിടത്തും അങ്ങ് ലീഡറാകാനൊന്നും പറ്റത്തില്ല. ചിലയിടത്ത് നമ്മൾ സബോർഡിനേറ്റ് ആവണം, ചിലയിടത്ത് നമ്മൾ ഒരു ലീഡറിനെ സപ്പോർട്ട് ചെയ്യണം. പല റോളുകൾ പ്ലേ ചെയ്യാൻ ഒരു ടീമിനകത്ത് തന്നെ പല റോളുകൾ പ്ലേ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. ടീമെന്ന് പറയുമ്പോൾ ഒരു ആൾക്കൂട്ടമല്ല, അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എല്ലാവരെയും നയിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് മറ്റൊരാൾ നയിക്കുകയാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഇതൊക്കെയാണ് ഒരു ടീം വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ധാരാളമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കളികളാണ്. സംഘമായ കലാപ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ചെയ്യുന്ന കുട്ടികളിൽ ഇത്തരം ടീം വർക്കിംഗ് സ്കില്ലൊക്കെ വളരെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ അഡാപ്റ്റബിലിറ്റി, നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയും. പല കുട്ടികളിലും ആ പൊരുത്തപ്പെടാനുള്ള കഴിവ് വളരെ കുറവാണ്. മെൻ്റൽ ഹെൽത്തുമായിട്ടും കൂടി ഇതിനൊരു ബന്ധമുണ്ട്. നല്ല മെൻ്റൽ ഹെൽത്ത് ഉള്ളവർ ഏത് സാഹചര്യവുമായിട്ടും പെട്ടെന്ന് പൊരുത്തപ്പെടുകയും അതില്ലാത്ത ആൾക്കാർ പൊതുവേ പൊരുത്തപ്പെടാൻ വിമുഖത കാണിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ പൊരുത്തപ്പെടാനുള്ള കഴിവില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സാധ്യതകൾ ഭാവിയിൽ കുറയുമെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായിട്ട് വളരെ പ്രധാനമായൊരു കാര്യം പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് പലപ്പോഴും ഒരു പ്രോബ്ലമായി മാറുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ പ്രോബ്ലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നല്ലൊരു അനലിറ്റിക്കൽ എബിലിറ്റി, നല്ലൊരു റീസണിങ് എബിലിറ്റി ഒക്കെ നമുക്കുണ്ടെങ്കിലേ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിക്കുകയും അവരെ കൊണ്ട് ചെയ്യിക്കുകയും, അതൊക്കെ ഇച്ചിരി ഇംപെർഫെക്റ്റ് ആയിരിക്കും. ആദ്യമേ കൃത്യമായിട്ട് എല്ലാ കാര്യവും അങ്ങ് പെർഫെക്റ്റായിട്ട് ഒരു കുട്ടിയും ചെയ്യില്ല. അപ്പോൾ ചെറിയ പ്രായത്തിലെ ആ ഇംപെർഫെക്ഷൻസിലൂടെയൊക്കെ മാനേജ് ചെയ്യാനുള്ള പേരൻസിൻ്റെയൊക്കെ കഴിവ്, ടീച്ചേഴ്സൊക്കെ അത്തരം കാര്യങ്ങളിൽ എൻകറേജ് ഒക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ പ്രോബ്ലംസ്, അവരുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ചുറ്റുപാടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത്തരം പ്രശ്നപരിഹാരത്തിനുള്ള ഒപ്പീനിയൻസും ഡിസിഷൻസും ഒക്കെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലിലേക്ക് നമ്മൾ അവരെ നിരന്തരമായി ഡെവലപ്പ് ചെയ്യേണ്ടത്. സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. കുറേ തിയറി പഠിച്ചു, പരീക്ഷ എഴുതി, മാർക്ക് വാങ്ങിച്ചു, ഡിഗ്രി വാങ്ങിച്ചു, അങ്ങനെ ഒരാൾക്കൊരു ജോലി കിട്ടത്തില്ല. ആർക്കാണ് ജോലി കിട്ടുന്നത്? ഒരു സ്ഥാപനത്തിലേക്ക് കയറിയാൽ ആ സ്ഥാപനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരമായി മാറാൻ കഴിയുന്നവർക്കാണ് ജോലി കിട്ടുക. അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ എന്താണ്? കുറേ പ്രോബ്ലംസാണ്. ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള ആൾക്കാരാണ് ജോലിയായി മാറുന്നത്. എല്ലാ ജോലിയും ഒരു പ്രോബ്ലം സോൾവിങ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനുള്ള കപ്പാസിറ്റി ചെറിയ പ്രായത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്. അടുത്തായിട്ട് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ്. കാരണം അവരുടെ ജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നാളെ ഉണ്ടാവാം. അപ്പോൾ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സെറ്റ് ബാക്കുകളോ ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്. അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തെയും ഇഫക്റ്റീവായി മാനേജ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും അവിടെ ഒരു പീസിലേക്ക് ആ സിറ്റുവേഷനെ നയിക്കുന്നവരാണ്. അതുപോലെ തന്നെ കൂടെ ഉള്ളവരെ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ളവരാണ് ലീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലീഡർഷിപ്പ് ഇന്ന് വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഫോളോവേഴ്സിനെ കൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അത്തരം ചെറിയ ചെറിയ ജോലികളൊക്കെ ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ചെയ്തോളും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ധാരാളം ഓട്ടോമേഷനും റോബോട്ടിക്സും ഒക്കെ കടന്നു വരും. ഇനി വേണ്ടത് എവിടെയാണ്? മനുഷ്യൻ്റെ ഇനിയുള്ള ക്വാളിറ്റി എവിടെയായിരിക്കും? വളരെ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെ ഇനി എല്ലാ രംഗത്തും ആവശ്യം വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ചെറിയ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ ഏത് ഫീൽഡിൽ ചെന്നാലും അവിടെ ഒരു അസറ്റായിരിക്കും. ഏത് ഓർഗനൈസേഷനിൽ ചെന്നാലും അവിടെ വലിയൊരു സാധ്യതയായിട്ട് അങ്ങനെയുള്ളവർ മാറും. അവർക്ക് എന്നും ഡിമാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ചെറിയ പ്രായത്തിൽ ഇത്തരം ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അവരെ എക്സ്പോസ് ചെയ്യുക. പല സാഹചര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക, അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അവരുടെ ഒപ്പീനിയൻസും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക, അവരെ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്താൽ അവരിലൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാവും. പിന്നെ കുറേയൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡിഫിക്കൽറ്റീസും ചാലഞ്ചസും ഒക്കെ അനുസരിച്ചാണ് അവരതിൽ എത്ര കണ്ട് അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് അവർ മിടുക്കരായിട്ട് മാറുന്നത്.
അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വലിയൊരു വിഷയമാണ് ടൈം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്നത് വളരെ ഓക്വേർഡ് ആയിട്ടുണ്ട്. പലർക്കും കൃത്യമായിട്ടൊരു മോർണിംഗും നൈറ്റും ഒന്നുമില്ല. ഇപ്പോൾ തോന്നുമ്പോൾ കിടക്കുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, തോന്നുന്ന പോലെ ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു സിസ്റ്റത്തിൽ ഇഫക്റ്റീവായിട്ട് ചിലപ്പോൾ ജീവിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് സർവൈവ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. രാവിലെ ഓഫീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഏർലി മോർണിംഗിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലേണ്ടത് വളരെ രാവിലെ തന്നെ പോകേണ്ടതായിട്ട് വരും. എവിടെയും നമ്മൾ ആ കറക്റ്റ് ടൈമിന് എത്തേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അത്രയും ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാർ ഫെയിൽ ചെയ്യും. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡിസിപ്ലിൻ നമുക്കുണ്ടാവണം. നമ്മൾ ഏർലിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കാർഡ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് സാധിക്കണം. നോ പറയാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഇഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിന് ഒരു ബേസിക് ഡിസിപ്ലിൻ തന്നെ വളരെ ആവശ്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ എക്സലൻ്റ് ആയിട്ടൊരു ടൈം മാനേജറായിട്ട് മാറുന്നത്. ഒരു ടാസ്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഡെഡ് ലൈനിന് മുമ്പ് നമ്മൾ ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് സ്കില്ലിലാണ്, പ്രത്യേകിച്ച് ടൈം മാനേജ്മെൻറ്റ് സ്കില്ലിലാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ടൈം മാനേജ്മെൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈമിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരാണ് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളത്. അതുപോലെ തന്നെ അതവർ വലിയൊരു കൾച്ചറായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നാളെ ഇഫക്റ്റീവായി ഒരു ഗ്ലോബൽ സിറ്റിസണായിട്ടൊക്കെ മാറണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. അതുപോലെ റിസൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷമിക്കാനും കാത്തിരിക്കാനും വെയിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ വിചാരിക്കുന്ന ടൈമിലെല്ലാം കിട്ടണമെന്നും പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ കുട്ടികളെ സംബന്ധിച്ച് അവരെല്ലാം ഇൻസ്റ്റൻ്റായിട്ടെല്ലാം കിട്ടണം. അവർ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്നിടത്ത് വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഒന്നും ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നടക്കാൻ പോകുന്നില്ല. ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് ചിലതൊക്കെ ക്വിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയത്ത് ചിലതിന് വേണ്ടിയൊക്കെ റീഓർഗനൈസ് ചെയ്യേണ്ട വരും. ക്രിയേറ്റീവ് ആകേണ്ടവരും കൺസ്ട്രക്റ്റീവ് ആകേണ്ടവരും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ റിസൈലൻസ് നമുക്ക് വളരെ ആവശ്യമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു റീഡിസൈനിങ് ആവശ്യമാണ്. പല കാര്യങ്ങളിലും അങ്ങനെയുള്ള റീഡിസൈനിങ് നമുക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ റീഡിഫൈനിങ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിലുണ്ടാകും. അതിന് പറ്റുന്ന രീതിയിൽ നമുക്കൊരു റിസൈലൻസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കോമ്പറ്റീഷൻ്റെ കാലമല്ല. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ മാർക്ക് വാങ്ങിച്ചു, കുറേ റാങ്ക് വാങ്ങിച്ചു, മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ ഞാൻ എത്തി, വലിയ കാര്യമൊന്നുമില്ല. ഇനിയുള്ള കാലത്ത് വിൻ ആൻഡ് കൊളാബറേറ്റീവ് സ്കിൽ ഇതാണ് ആവശ്യം. നമുക്ക് ഒരുമിച്ചേ ജയിക്കാൻ പറ്റുള്ളൂ. ആരെയും തോപ്പിച്ചുകൊണ്ട് നമുക്ക് ജയിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അതുപോലെ എല്ലാവരുമായിട്ട് സഹകരിച്ചേ ഇനിയും വിജയമുള്ളൂ. കോമ്പറ്റീഷനൊക്കെ കാലം കഴിഞ്ഞു. എല്ലാവരുമായിട്ട് സഹകരിക്കാനും എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും എവിടെയൊക്കെ എഗ്രി ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ യുണൈറ്റഡ് ആകാൻ പറ്റും, ഇതൊക്കെയാണ് ഇനിയുള്ള കാലത്തെ ഒരു ജീവിതത്തിൻ്റെ ശൈലിയായി മാറേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻ്റൽ എബിലിറ്റിയും അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ എബിലിറ്റിയും ഒക്കെ നമ്മളിൽ ചെറിയ പ്രായം മുതലേ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് സ്ട്രെസ്സ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ചെറിയ പ്രായം മുതലേ കുട്ടികൾക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അല്ല ഒരു ചെറിയ സ്ട്രെസ്സ് വരുമ്പോഴേ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പോലും സ്ട്രെസ്സ് കാണിക്കുന്ന കുട്ടികൾ, ഇതൊക്കെ ഒരു വാർണിംഗ് സൈനാണ്. അത്തരം കുട്ടികളൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അവർ നാളെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രെസ്സൊക്കെ ചെറിയ പ്രായത്തിലെ മാനേജ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുക. അവരുടെ ലോകം കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, ശാരീരികമായ ആരോഗ്യമാണെങ്കിലും മാനസിക ആരോഗ്യമാണെങ്കിലും വൈകാരിക ആരോഗ്യമാണെങ്കിലും ഒക്കെ, അതുപോലെ ഒരു ഡിസിപ്ലിൻ ആണെങ്കിലും ഒക്കെ അവരിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മളവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഫെയിലിയർ മാനേജ് ചെയ്യാൻ പഠിക്കുക വളരെ പ്രധാനമായൊരു കാര്യമാണ്. തോൽവികളുണ്ടാവും,
തോൽവികളൊക്കെ നമുക്ക് പലയിടത്തും നേരിടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തിലേക്കൊക്കെ പോകുമ്പോൾ കൊച്ചു കൊച്ചു തോൽവികളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ കുറേ ചെറിയ ചെറിയ സെറ്റ് ബാക്കുകളും ചെറിയ ചെറിയ ഫെയിലിയേഴ്സും ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. സെറ്റ് ബാക്ക് വന്നാൽ അതിനെ ഓവർകം ചെയ്ത് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. കളികളിലൂടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ. കളികളിലാണ് പലപ്പോഴും ഫെയിലിയേഴ്സും കമ്മിങ് ബാക്ക് ഒക്കെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചറായി ഒക്കെ നമുക്ക് മാറാൻ സാധിക്കുന്ന കളികളിലാണ്. ഒരു സിറ്റുവേഷനെ ഉപയോഗപ്പെടുത്താനും മാനിപ്പുലേറ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒക്കെ വലിയ സാധ്യതകൾ കിട്ടുന്ന കളികളിലാണ്. അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഫെയിലിയറിനെയൊക്കെ അതിജീവിക്കാനും അതുപോലെ കമ്മിങ് ബാക്ക് ഫ്രം സെറ്റ് ബാക്സ് ഒക്കെ പഠിക്കുന്നതുമൊക്കെ കളികളിലും അത്തരം കുറച്ചുകൂടെ ലാർജർ ഏരിയയിലായിട്ട് നമ്മൾ ഇറങ്ങി ചെന്നെങ്കിൽ മാത്രമേ ഇത്തരം കപ്പാസിറ്റീസൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒരു ഹ്യൂമൻ സ്കില്ലിൻ്റെ ഭാഗമാണ്. ഹ്യൂമൻ സ്കില്ലില്ലാതെ നാളെ വിജയമില്ല. പ്രത്യേകിച്ച് ഇനി മെഷീനും മനുഷ്യനുമാണ് ലോകത്തെ നയിക്കാൻ പോകുന്നത്. 50-50% മെഷീനും മനുഷ്യനും മാറുമ്പോൾ ആ മെഷീനുകൾ ഒരുമാതിരി മെക്കാനിക്കൽ ടാസ്കുകളെല്ലാം ഏറ്റെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹ്യൂമൻ സ്കിൽ ഏരിയയിൽ, ലീഡർഷിപ്പ് ഏരിയയിൽ, ഇമോഷണൽ ഏരിയയിൽ ഒക്കെ മനുഷ്യന് സാധ്യതകൾ കാണുകയുള്ളൂ. ആ സാധ്യതകൾ നമുക്ക് കിട്ടണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഫൈനർ ക്വാളിറ്റീസിലേക്ക്, അത് ആ ഫൈനർ ക്വാളിറ്റീസാണ് ഹ്യൂമൻ സ്കില്ല്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ലീഡർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കായിരിക്കും നാളെ തൊഴിലവസരങ്ങളും സാധ്യതകളും വിജയങ്ങളും ഒക്കെ നേടാൻ കഴിയുക. ബാക്കി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റോബോട്ടുകളും മെഷീനുകളും ഒക്കെ ചെയ്യുകയായിരിക്കാം. ഇനിയും വരാൻ പോകുന്നൊരു ലോകത്തിൻ്റെ സാധ്യതകളിൽ നമുക്ക് എങ്ങനെ വിജയിച്ച് നിൽക്കാം, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിച്ചത്. നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ഒരു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഒരുപാട് പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഇടപെടുന്ന ഈ കമ്മ്യൂണിറ്റി, അതിൻ്റെ ചർച്ചകളൊക്കെ വളരെ സജീവമായി പോകുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.